ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. നമ്മുടെ ഭാഗവതത്തിലൂടെയുള്ള പാരായണം, ഭാഗവതത്തിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് ഇത് 14-ാമത്തെ അധ്യായം വരെ എത്തി നിൽക്കുകയാണ്. ഇനി പാരായണം ചെയ്യേണ്ടത് 14-ാമത്തെ അധ്യായമാണ്. 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പാരായണം ചെയ്തത് ആ വിദുരർ വന്നിട്ട് ധൃതരാഷ്ട്രത്തെ വേണ്ടതുപോലെ ആ ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തിയിട്ട് ആ ലൗകിക ആസക്തിയെ വിട്ടുകളഞ്ഞിട്ട് ഈശ്വരഭജനം ചെയ്യൂ എന്ന് ഉപദേശിച്ച് അദ്ദേഹത്തിൽ വിരക്തി ഉണ്ടാക്കിയിട്ട് തീർത്തിട്ട് അദ്ദേഹത്തെയും പത്നിയെയും കൊണ്ടതാ ഹിമാലയ സാനുക്കളിലേക്ക് പോകുന്നു. ആ വല്യച്ഛനും വല്യമ്മയും വിതുരരെയൊന്നും കാണാതെ കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ഇതാ നാരദ മഹർഷി വരുന്നതും ആ നാരദ മഹർഷി അവരുടെ യാത്രാ ഉദ്ദേശം എന്താണ്, ഈശ്വര സാക്ഷാത്കാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്, മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ, ആ ഭഗവാന്റെ സ്വധാമഗമനത്തെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന രീതിയിൽ പരോക്ഷമായിട്ടൊന്ന് പരാമർശിക്കുന്നുണ്ട് നാരദ മഹർഷി. അപ്പോൾ ബാക്കി ഭാഗങ്ങളാണ് 14-ാമത്തെ അധ്യായം മുതൽ നമുക്ക് പാരായണം ചെയ്യേണ്ടത്. ഇത് നമുക്ക് വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പദാനുപദം തെറ്റാണ്ട് ഓരോ ശ്ലോകങ്ങളും പാരായണം ചെയ്യാൻ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സാക്ഷാൽ സരസ്വതീ ഭാവത്തിൽ ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാം ഭഗവാന്റെ അനേക രൂപഭാവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള അജ്ഞാനത്തെയൊക്കെ നീക്കിയിട്ട് അവിടെ ഭഗവാന്റെ അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് ഓരോന്നും സത്സംഗങ്ങൾ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടതുപോലെ പ്രയോജനപ്പെടട്ടെ, ഓരോന്നും നമുക്ക് അനുഭവമായിട്ട് തീരട്ടെ. ഇതൊക്കെ ഈശ്വരേച്ഛ കൊണ്ട് മാത്രം നടക്കുന്നതാണ്, വേറെ ഒന്നും ഇതിനടിസ്ഥാനമില്ല. ഒരു വിരൽ അനങ്ങണമെങ്കിൽ പോലും, ഒരു ഈമ വെട്ടണമെങ്കിൽ പോലും ആരുടെ അനുഗ്രഹം ഉണ്ടാവണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഇതൊക്കെ തന്നെയാണ് ഇതിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം വേണ്ടതുപോലെ ആവാനും നിങ്ങളുടെ ഓരോരുത്തരുടെ പാദത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ പാരായണം ഇന്നത്തെ ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭാഗവതം 1-ാം 14-ാം അധ്യായം. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണു ബന്ധുദുദിക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിജേഷ്ഠിതം വൃദീതാ കതിചിന്മാസസ്തഥാ നായത്തദോർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹാം. കാലസ്യ ജഗതിം രൗദ്രം വിപര്യസ്തത്തു ധർമ്മിണ പാപീയസിം നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. 1-ാം 14-ാം അധ്യായം കൃഷ്ണതിരോധന വാർത്ത എന്നാണ് അക്കിത്ത ഭാഗവതത്തിൽ ഈ 14-ാമത്തെ സ്കന്ധത്തിന് കൊടുത്തിരിക്കുന്ന പേര്.
സൂതൻ പറഞ്ഞു, കൃഷ്ണൻ്റെ പുണ്യശ്ലോകൻ്റെ യോഗക്ഷേമം ഗ്രഹിക്കുവാൻ ബന്ധുക്കളെ കാണുവാനും ദ്വാരകയ്ക്കു ഗമിച്ചവൻ മാസങ്ങൾ പോയിട്ടും എത്തിയില്ലല്ലോ തിരികെ അർജുനൻ. കാണുകയായി പല ഘോര നിമിത്തങ്ങൾ ഗുരുദ്വഹൻ. രൗദ്രകാലഗതിക്കൊക്കും മൃത്യുധർമ്മ വിപര്യം ക്രോധലോഭാനതാത്മാക്കൾ നരതൻ പാപവൃത്തികൾ. അതായത് കാര്യം അവിടെ വന്ന് നാരദരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോയി എന്നുണ്ടെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത ആ ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത, മനസ്സമാധാനം ഇല്ലാണ്ടായതുപോലെ. അപ്പോൾ അദ്ദേഹം രാജാവാണ്, രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് എല്ലാ ദിക്കിലും ദുർനിമിത്തങ്ങളാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആകെ വിഷമിച്ചിട്ട് ആലോചിക്കുകയാണ്. അർജുനൻ ബന്ധുക്കളെ കാണാൻ, ശ്രീകൃഷ്ണ പരമാത്മാവിനെയും അതുപോലെ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ കാണാനാണ് എന്ന് പറഞ്ഞത് ദ്വാരകയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ പോയാൽ കുറച്ചൊക്കെ താമസിക്കും, ഭഗവാന്റെ കൂടെ എത്ര താമസിച്ചാലും മതിയാവും. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അവിടെ നിൽക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരും. ഇപ്പോൾ അത് 7-8 മാസമായി പോയിട്ട്, ദ്വാരകയ്ക്ക് പോയിട്ട്. അപ്പോൾ എന്നിട്ട് ഇതുവരെയും അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ല എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ആ ധർമ്മപുത്രർ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ള അനേകം ദുർനിമിത്തങ്ങളെ പറ്റി ചിന്തിച്ചു. കാലം തന്നെ മാറിയിരിക്കുകയാണ്. അതായത് ഋതുക്കൾ അതിൻ്റെ ധർമ്മങ്ങളെ തന്നെ പാലിക്കാതെ കണ്ട് ഋതുക്കൾ മാറി വന്നിട്ട് മഴ ധാരാളം മഴ പെയ്യേണ്ടടുത്തത് വെയിൽ, അതുപോലെ ആ വെയിലുണ്ടാവുന്ന സമയത്ത് മഴ, മഞ്ഞുണ്ടാവുന്ന സമയത്ത് വെയിൽ, ചൂട്, അങ്ങനെയൊക്കെ വിപരീതമായിട്ട് ഉള്ള ഋതുക്കൾ, അതായത് 5-6 മാസത്തിനിടയ്ക്ക് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ പറയണത്. ഈ ഋതുക്കളൊക്കെ ഇങ്ങനെ കാലധർമ്മങ്ങളൊക്കെ വിപരീതങ്ങളായിട്ട് അനുഭവമാണ്. പിന്നെ ഇതുവരെയും അവിടെ ധർമ്മപുത്രരുടെ രാജ്യഭരണത്തിൽ സന്തോഷിച്ചിട്ട് ജനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് സമ്പൽ സമൃദ്ധിയിൽ കഴിഞ്ഞു പോകുന്നവരാണ്. ഇപ്പോൾ എന്താണെന്നറിയണില്ല, ഈ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം കലഹിക്കണത് കാണണു പല ദിക്കിലും. പിന്നെ പല ദിക്കിലും സ്വാർത്ഥത കാണണു. ഓരോ ദിക്കിലൊക്കെ വന്നിട്ട് കളവ് അവിടെ അങ്ങനെ അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കളവിനെ പറ്റിയിട്ടൊക്കെ മഹാരാജാവിൻ്റെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുമല്ലോ അതൊക്കെ. പിന്നെ അനേകം പാപകർമ്മങ്ങളെ ചെയ്യുന്നവരായിട്ട് തീർന്നിരിക്കണു ജനങ്ങൾ. അതുപോലെ കാപട്യം നിറഞ്ഞിരിക്കണു അവിടെയൊക്കെ. ആ സ്നേഹം നടിച്ചിട്ട് പലരും വഞ്ചന ചെയ്യണു. അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അന്യോന്യം കലഹം ചെയ്യുകയാണ്. അങ്ങനെ അച്ഛൻ തന്നെ സ്വന്തം പുത്രിയോട് അപമര്യാദയ്ക്കായിട്ട് പെരുമാറേണ്ടി വരുന്നു. അങ്ങനെ വേദങ്ങളൊക്കെ അർഹതയില്ലാത്തവർ പഠിച്ചിട്ട് അവർക്ക് അവരുടെ ഇച്ഛ പോലെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എല്ലാം വിപരീതമായിട്ട് കാലം കാണുകയാണ് ചെയ്യണം. അത് അങ്ങനെയുള്ള ഒരു അവസ്ഥകൾ ഇദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അതേതൊക്കെയാ? ജിഗ്മപ്രായം വ്യവഹിതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം കന്യാവിക്രയണം താതം സൂതം പിത്രോരപോഷകം ബ്രാഹ്മണൻ വേദവിമുഖൻ ശൂദ്രാൻ വൈ ബ്രഹ്മവാദിന നിമിത്യാനിത്യ അരിഷ്ടാനി കാലേ തന്വഗതേ നൃണാം ലോഭാദ്യധർമ്മപ്രകൃതിം ദുഷ്ട്വാവാനുജം നൃപ. കാപട്യവ്യവഹാരങ്ങൾ, വഞ്ചനാത്മക സൗഹൃദം, പിതൃമാതൃ സുഹൃദ്ഭ്രാതൃ ദമ്പതീ കലഹാവലി,
വിൽക്കുമച്ഛൻ കന്യകയെ പോറ്റാമക്കൾ പിതാക്കളെ വിപ്രന്മാർ വേദ വിമുഖർ ശൂദ്രന്മാർ ബ്രഹ്മവാദികൾ. അതായത് ബ്രാഹ്മണരാണ് വേദത്തിനൊക്കെ പഠിപ്പിക്കേണ്ടത്. അവർക്ക് ആലസ്യം മടി, അവർക്ക് അതിനൊന്നും പോകാനായിട്ട് മടിച്ചിട്ട് അവരതൊന്നും ചെയ്യണില്ല. അപ്പോൾ ആ അവസരത്തിനെ മുതലെടുത്തുകൊണ്ട് ശൂദ്രന്മാരായിട്ടുള്ളത് അവർ ഇതിനൊക്കെ വേണ്ടതുപോലെ അല്ലാണ്ട് പഠിച്ചിട്ട് അനുഷ്ഠിക്കുക വേണ്ട. വിദ്യാവണ്ണം ഇതൊക്കെ അനുഷ്ഠിച്ചിട്ട് ആരാണോ ഇതൊക്കെ പഠിച്ച് ആരാണോ അനുഷ്ഠിക്കുന്നത് അവർ ബ്രാഹ്മണർ തന്നെയാണ്. ഇത് വിദ്യാവണ്ണം അല്ലാതെ കണ്ട് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഇത് എന്തൊക്കെയോ കുറച്ചറിയാം, അത് പിന്നെ കുറേയൊക്കെ എന്തൊക്കെയോ ആക്കിയിട്ട് മറ്റുള്ളവരെ കണ്ണിലൊക്കെ പൊടിയിട്ടിട്ട് ചെയ്യാന്ന് പറയണില്ലേ, അതുപോലെയൊക്കെ പഠിച്ചിട്ട് അവർ ഇതിനെ ഉപയോഗിക്കണം. കാലത്തിനൊപ്പം പെരുകും ലോഭധർമ്മ സ്വഭാവികൾ ഈയത്യ അരിഷ്ടങ്ങൾ കണ്ടു ഭീമനോടോദിനൻ നൃപൻ. അപ്പം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണുകയാണ്, ഓരോ നിമിത്തങ്ങൾ കണ്ടിട്ട് ഈ നിമിത്തങ്ങളൊക്കെ കാണുമ്പോൾ ആകെ വിഷമിച്ചിട്ട് ധൃതരാഷ്ട്രർ ഇതും ചെയ്ത് എന്താ അപ്പം ഇതിനൊക്കെ ഒരവസ്ഥ, എന്താ ഇങ്ങനെയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതിനൊക്കെ ഈ ഏതൊക്കെയാണ് ഈ നിഷ്ഠകളെയും ഇതിനൊക്കെ എങ്ങനെയാണോ പരിപാലിച്ചത് ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ടും സാമീപ്യം കൊണ്ടാണ് അതൊക്കെ വേണ്ടതുപോലെ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അഭാവം എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആര് വന്നു? ഭീമൻ വന്നു. അപ്പോൾ ആ ഭീമൻ ആ ജ്യേഷ്ഠൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് ആ ഭീമൻ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഭീമനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നു. യുധിഷ്ഠിരോ വാച ദ്വാരകായം ജിഷ്ണുബന്ധ സംപ്രേക്ഷിതോ ദ്വാരകായം ജിഷ്ണുർബന്ധുദിദിക്ഷയ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം ഗദാ സപ്തധുനാമാസ ഭീമസേന തവാനുജ നായദീകസ്യ വാ ഹേതോർനാഹം വേദേതമഞ്ജസ ദേവർഷിണാദിഷ്ട സകാലോയം ഉപസ്ഥിത യദാത്മനോംഗമാക്രീഡം ഭഗവാനുത്സിഷതി യസ്മന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജ ആസൻ സപത്നവിജയോ ലോകശ്ചായതനുഗ്രഹാത്. യുധിഷ്ഠിരൻ പറഞ്ഞു കൃഷ്ണൻ്റെ. അപ്പോൾ ആ ഭീമനോട് യുധിഷ്ഠിരൻ പറയാണ്, അല്ല ഭീമ, യുധിഷ്ഠിരൻ പറഞ്ഞു കൃഷ്ണൻ്റെ പുണ്യശ്ലോകൻ്റെ യോഗക്ഷേമം ഗ്രഹിക്കുവാൻ ബന്ധുക്കളെ കാണുവാനും പ്രേക്ഷിതൻ ദ്വാരകോന്മുഖൻ തിരിച്ചെത്തിയില്ലാതെന്തുകൊണ്ടു ഭീമസേന തവാനുജൻ 7 മാസം കഴിഞ്ഞിട്ടും ഹേതു അജ്ഞാതമാണുമേ ദേവർഷി മുമ്പ് ഉപദേശിച്ച സമയം വന്നു ചേർന്നുവോ? ക്രീഡാഗൃഹം കൈവിടാൻ ഭഗവാൻ നിശ്ചയിച്ചുവോ? ഇപ്പോൾ അദ്ദേഹത്തിന് സംശയമായി. അന്ന് വന്നിട്ട് നാരദൻ വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇവിടെ ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങാൻ നേരമായോ? അദ്ദേഹം ഇവിടെയുള്ള ആ ലീലകളൊക്കെ അവസാനിപ്പിച്ചോ? എന്താ അർജുനനെ കാണാത്തത് എന്നുള്ള ആകെ പരിഭ്രമാണ് ഉള്ളത്. പ്രാണൻ, ഭാര്യ, കുലം, രാജ്യം, പ്രജ, ശത്രുജയം, ധനം, പുണ്യലോകങ്ങളും തന്ന ദൈവത്തിൻ കാലമായതോ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രാണനെ രക്ഷിച്ചത് ആരാ? ആ ഭഗവാനാണ് അല്ലേ. എത്രയോ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിച്ചു. അതുപോലെ നമുക്ക് നല്ലൊരു പത്നിയെ ലഭിച്ചു, അതുപോലെ നല്ല കുലത്തിൽ ജനിക്കാനായിട്ട് സാധിച്ചു. ഈ രാജ്യം, അതുപോലെ ഈ പ്രജകളെ നന്നായി പരിപാലിക്കാൻ സാധിച്ചു. ശത്രുക്കളെയൊക്കെ ജയിക്കാൻ സാധിച്ചു. ധനം ലഭിച്ചു. അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ മുഴുവനും ആരുടെ അനുഗ്രഹം കൊണ്ടാണ് വന്നു ചേർന്നത്? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ്. ആ ഭഗവാൻ
ഇവിടെ നിന്നും വിരമിച്ചു എന്നാണ് എനിക്ക് തോന്നണത് എന്ന് ഭീമസേനോട് ആര് പറയണു? യുധിഷ്ഠിരൻ പറയാണ്. ഉൽപാദൻ നരവ്യാഘ്രാദിവാൻ ഭൗമാൻ സവൈദികാൻ ദാരുണാൻ ശംസതോ ദൂരാത് ഭയന്നോ ബുദ്ധിമോഹനം ഊർവക്ഷി ബാഹവോ മഹ്യം സ്ഫുരന്ത്യംഗ പുനഃ വേഭതുശ്ചാഭിഹൃദയേ ആരാദ്ദാസ്യന്തി വിപ്രിയം ശിവൈഷോദ്യന്തമാദിത്യ അഭിരൗത്യാനലാനന മമാംഗാ സാരമേയോയം അഭിരൗദീഹ്യ അഭിരുവത് ശാസ്താ കുർവന്തി മാം സവ്യം ദക്ഷിണം പശവോ പരേ വഹാംശ പുരുഷവ്യാഘ്ര ലക്ഷയേ രുദതോ മമ മൃത്യുഭൂത കപോദായം മൂലകമ്പയന്മന പ്രത്യുലൂകശ്ച കുഹ്വാനൈര നിദ്രൗ ശൂന്യമിച്ഛത ധൂമ്രാദിശ പരിധയ കമ്പദേ ഭൂ സഹാദ്രിഭി നിർഗദാശ്ച മഹദാംസ്ത സാഗം ച സനയിദ്ഭുവി വായുർവാദിഘരസ്പർശോ രജസാ വിസൃജം സ്തമ വർഷന്തി ജലധാരക്തം ബീഭത്സമിവ സർവദാ. പറയണു, ദാരുണോൽപാദങ്ങൾ നോക്കൂ, ദിവ്യം ഭൗമം സദൈഹികം ഇതോതുന്നു നരവ്യാഘ്രവന്നു ബുദ്ധിഭ്രമം ഭയം ഇടത്തെ തുട കൈ കണ്ണ് തുടിക്കുന്നുണ്ടിടക്കിടെ ഹൃത്തിൽ വേഭതുവേ ഉണ്ടേതോ ദുഃഖത്തിന് ഇരഞ്ഞാനുടൻ പ്രാകുന്നു വായയിൽ തീയാൽ പെൺകുറുക്കനുദയാർക്കനെ കുരപ്പൂ നിശങ്കമെന്നെ കണ്ടിട്ട സാരമേയവും വലം വൈപ്പൂ കഴുതയെന്നെ മാൻ വിപരീതവും രോദിപ്പതായി കാൺമതിന് അശ്വങ്ങൾ പുരുഷർഷഭ മൃത്യുദൂതൻ വിറപ്പിപ്പൂ കാലങ്കോഴി മനസ്സിനെ കുത്തിച്ചൂളാൻ വിളികളാൽ കുലുക്കിയിടുന്നു പാരിനെ തീപോൽ ധൂമ്രം ചക്രവാളം കമ്പിതം ഭൂമി പർവ്വതം കാറില്ലാതിടിവെട്ടുന്നു ഭവിപ്പൂ വജ്രപാതവും കൊടുങ്കാറ്റിൽ പൊടി പടർന്നിരുട്ടാവുന്നു ചുറ്റിലും മേഘങ്ങൾ ബീഭത്സമായി രക്തം വർഷിപ്പു ചുറ്റിലും. ആ ഓരോ ചുറ്റും കാണുന്നതിനെ പറ്റിയിട്ട്, കാണുന്ന ദുശ്ശകുനങ്ങളെ പറ്റിയിട്ട് ഭീമനോട് സംസാരിക്കുകയാണ്. പറയണു, മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭീമ, നമ്മുടെ ബുദ്ധിയെ മോഹിപ്പിക്കുന്ന കഠോരമായ ഏതോ ഒരു ഭയം നമ്മളെ സമീപിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നണത്. അതിൻ്റെ ലക്ഷണങ്ങൾ ആകാശത്തിലും ശരീരത്തിലും ഭൂമിയിലൊക്കെ കാണുകയാണ്. എൻ്റെ ഇടത്തെ തൊട, കയ്യ്, കണ്ണ്, അതായത് സ്ത്രീകൾക്ക് ഇടത് ഭാഗം തൊടിച്ചാൽ നല്ലതും പുരുഷന്മാർക്ക് ഇടത് ഭാഗം തൊടിച്ചാൽ ചീത്തയാണെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഇടത് ഭാഗമാണ് തുടിക്കുന്നത്. അതുപോലെ മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ്, വേഗത കൂട്ടുക എന്ന് പറഞ്ഞാൽ ഭയം അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവങ്ങൾ വരുമ്പോഴാണ് ഹൃദയമിടിപ്പിന് വേഗത കൂടുക. അപ്പോൾ അത് ഭയം ജനിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഹൃദയമിടിപ്പിന് വേഗത കൂടിയെന്ന് വെച്ചാൽ ഞാനിതാ എന്തിനെയോ ഭയക്കണു, എന്തോ ഒരു ആപത്ത് വരാൻ പോവുകയാണെന്ന് എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാവണു. അതുപോലെ മുഖത്തു നിന്ന് അഗ്നിയെ പുറപ്പെടുവിച്ചുകൊണ്ട് ഉദിച്ചു വരുന്ന അത്രയും, അതായത് മുഖത്തുനിന്ന് അഗ്നിയെ പുറപ്പെടുവിക്കുക ക്രോധത്തോട് കൂടിയിട്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് കുറുക്കൻ ഉറക്കം ഓരിയിടുക. സാധാരണ അങ്ങനെ ഉണ്ടാവില്ല, രാത്രിയിലാണ് അവരുടെ ശബ്ദം കേൾക്കുക. അതുപോലെ
ഇതാ ഈ കാണുന്ന ശ്വാക്കളെല്ലാം വളരെയധികം ദേഷ്യത്തോടു കൂടി എൻ്റെ നേർക്ക് ചാടി വന്ന് കുരയ്ക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ എനിക്ക് അപശകുനായിട്ടാണ് തോന്നണത്. പിന്നെ പശുക്കൾ, സാധാരണ പശുക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വലം വെച്ചിട്ടാണ് പോവുക. എപ്പോഴും പശുക്കൾ വലം വെച്ച് പോവുകയാണ്. ഇപ്പോൾ ആ പശുക്കളെ തന്നെ വലം വയ്ക്കാണ്ട് ഇടം വച്ചിട്ട് പോവുകയാണ് ചെയ്യണത്. അത് മാത്രമല്ല, കഴുത തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ വന്നിട്ട് എന്നെ വലം വയ്ക്കുകയും ചെയ്യണു. അപ്പോൾ അതൊക്കെ കുതിരകളാണെങ്കിലോ കുതിരകളൊക്കെ എന്നെ നോക്കിയിട്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണു. ഇതൊക്കെ ഞാൻ അശുഭ ലക്ഷണങ്ങളായിട്ടാണ് എനിക്ക് തോന്നണത്. ആ മാടപ്രാവ് പോലും എനിക്ക് മരണത്തെ അറിയിക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ ആ കൂമനും കാക്കയും ഒക്കെ മനസ്സിനെ വിറപ്പിച്ചുകൊണ്ട് പല പല ശബ്ദങ്ങളെ കൊണ്ട് ഭയപ്പെടുത്തുകയാണ്. കാലങ്കോഴിയും അതൊക്കെ ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കാറ്റ്, പൊടിക്കാറ്റ് കൊണ്ട് ദിക്കുകളൊക്കെ ഇങ്ങനെ പൊടി നിറയുകയാണ്. ആ സൂര്യചന്ദ്രന്മാരെ പരിവേഷങ്ങളൊക്കെ ആ പൊടി കൊണ്ട് മറഞ്ഞു പോവുകയാണ്. അങ്ങനെ പശുക്കൾ എന്താ ചെയ്യണേ, ആ പശുക്കൾ അത് പറഞ്ഞു അങ്ങനെ. അപ്പം അതുകൊണ്ട് പിന്നെ എന്താണത്, കാറ്റ് കഠിനമായി വീശണു, അങ്ങനെ അന്ധകാരത്തെയൊക്കെ ഉണ്ടാക്കണു എന്നുള്ളതെല്ലാം ഞാനിത് അശുഭ ലക്ഷണമായിട്ടാണ് കാണുന്നത്. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹവർദ്ധം മഥോ ദിവി സസങ്കുലൈർ ഭൂതഗണൈർലജ്ജിതേ ഇവരോദസി സദ്യോനാദസ്ഥുഭിത സാരാംസി ച മനാംസി ച ന ജലത്യഗ്നിരാജ്യന്യേ കാലോയം കിം വിധാസ്യതി ന പിബന്തി സനം വത്സ ന ദുഹ്യന്തി ച മാതര രുദന്ത്യശ്രുമുഖാഗാവോ ന ഹശ്യന്ത്യോ ഋഷഭാവ്രജേ ദേവതാനി രുരന്തീവ ഉച്ചലന്തി ച ഇമേ ജനപദാഗ്രാമ പുരോദ്യാനകരാശ്രമ ഭ്രഷ്ടശ്രിയോ നിരാനന്ദ കിമഖം ദർശയന്തിന മന്യ ഏതൈർ മഹോത്പാദൈർനൂനം ഭാഗവതപദൈ അനന്യപുരുഷശ്രീഭിർ ഹീനാ ഭൂർഹദസൗഭഗ. നോക്കൂ, ഹതപ്രഭൻ സൂര്യൻ ഗ്രഹയുദ്ധം തപസ്സിലും. ആ ആകാശത്തേക്ക് നോക്കൂ, അവിടെ പല വിധത്തിലുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ്. സങ്കുലമായി കത്തിക്കാളുന്നു ഭൂമിവാനവും. ശോഭിക്കുന്നു നദീനദം സരസ്സുകൾ മനസ്സുകൾ നെയ്യാലാളുന്നില്ല അഗ്നി കാലമെന്തു വരുത്തുമോ മുലചപ്പീല വത്സങ്ങൾ ചുരത്തുന്നില്ല തള്ളകൾ അകറും പൈക്കൾക്കു കണ്ണീർ നിരുത്സാഹങ്ങൾ കാളകൾ വേർത്തുകേണിളകുന്നില്ല ദൈവബിംബങ്ങളൊക്കെയും ഗ്രാമം പുരം ജനപദം ഖനി ഉദ്യാനമാശ്രമം അസ്ത്രഭം നിരാനന്ദം നമുക്കെന്തോ വരും വിന മഹാവിപത്തുക്കളിവ കണ്ടാൽ തോന്നുകയാണുമേ ഇല്ലിപ്പോൾ ഭഗവൽ പാദ ശ്രീസ്പർശം ധരിത്രിയിൽ. അപ്പം പറയണു കാറ്റ് അതുപോലെ സൂര്യൻ്റെ പ്രഭ കുറഞ്ഞ പോലെ തോന്നുകയാണ്. ആകാശത്ത് ആകാശമാർഗത്തിലെ ഗ്രഹങ്ങൾ അന്യോന്യം കലഹിക്കണമെന്ന് തോന്നുകയാണ്. അതുപോലെ ആ പ്രാണിവർഗങ്ങളൊക്കെ ആകെ കൂടിയിട്ട് ആ പ്രാണിവർഗങ്ങളെയൊക്കെ പരസ്പരം വഴക്ക് കൂടുകയാണ് ചെയ്യണത്. പിന്നെ നദികളും നദങ്ങൾ തടാകങ്ങൾ മനുഷ്യൻ്റെ മനസ്സ് ഇതൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഹരേഷ. പിന്നെ ഈ അഗ്നിയിലെ നെയ്യ് ഹവിസ്സൊഴിച്ചിട്ട് പൂജ ചെയ്യുന്ന അവസരങ്ങളിൽ ആ നെയ്യ് ഒഴിക്കുമ്പോൾ അഗ്നി ജ്വലിക്കുകയല്ല ചെയ്യണേ, അഗ്നി മങ്ങിപ്പോവുകയാണ് ചെയ്യണത്. അതുപോലെ പശുക്കുട്ടികളാണെങ്കിൽ പശുവിൻ്റെ പാല് കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്താലും പാല് കുടിക്കണില്ല. ആ തള്ളപ്പശു ആണെങ്കിൽ പാല് ചുരത്തണമില്ല.
അതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ട് എന്തോ നഷ്ടപ്പെട്ടതുപോലെ അവരിതാ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാളകളാണെങ്കിൽ ആ സന്തോഷമുള്ളവരായിട്ടല്ല, അവർ പുല്ല് മേയണില്ല, തിന്നണില്ല, അവരും ആകെ ദുഃഖിച്ചിരിക്കുകയാണ് ചെയ്യണത്. ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞ് മനസ്സമാധാനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ അതാ ഭീമ ആ ക്ഷേത്രത്തിലെ ആ വിഗ്രഹങ്ങളൊക്കെ കരയുന്നത് പോലെ, കണ്ണുനീര് ഒഴുകുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ ദേശങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഉദ്യാനങ്ങൾ, ഖനികൾ, ആശ്രമങ്ങൾ, ഇവിടെയൊക്കെ ഒരിക്കലും ഒട്ടും സന്തോഷമില്ലാത്തതും ഒരു ആകെ ഒരു എന്താ പറയുക, ആകെ എല്ലാ ദിക്കിലും പ്രഭ മങ്ങിയിട്ട് കാണപ്പെടുകയാണ്. എന്തോ വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന പോലെയാണ് എനിക്ക് ഇത് തോന്നുന്നത്. കഠിനമായ ഈ ദുർലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയെ വിട്ടു പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്ന് പറയണം. ഇതി ചിന്തയസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസ രാജ്ഞാ രാജ്ഞപ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാഗവിധ്വജ തം പാദയോർനിപതിത അയഥാപൂർവമാധുരം അധോവദനം അബിന്ദൂൻ മുഞ്ചന്തം നയനാബ്ജയോ വിലോക്യോദിഗ്നഹൃദയോ വിച്ഛായാമനുജം നൃപ പൃച്ഛതി സ്മ സുഹൃദ്മധ്യേ സസ്മരന്നാദരേ നാരദേദിതം. ഹരേ കൃഷ്ണ. സസ്മരന്നാരദേദിതം. നാരായണ. ദുഷ്ടാരിഷ്ടാവ്യഥിത ഹൃത്തേവം ചിന്തിക്കവേ നൃപൻ തിരിച്ചെത്തിയത് പുരീങ്കൽ നിന്നു കപിധ്വജൻ. കപിധ്വജൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. അതായത് കപി ആരാണ്? ആ ഹനുമാൻ സ്വാമി അല്ലേ? ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ സ്വാമി ഇതാണ് ഈ അർജുനൻ്റെ കൊടിയുടെ അടയാളം ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി കൊടിയടയാളമായിട്ടുള്ളവൻ ആരാണോ അവനാണ് കപിധ്വജൻ. കപിധ്വജൻ എന്നുള്ള പേര് അർജുനൻ്റെയാണ്. പണ്ടു കാണാത്ത ദുഃഖത്താൽ കൽക്കൽ വീണിടാനവൻ നയനാബ്ജങ്ങളിൽ കണ്ണീർ കണം മിന്നും അധോമുഖൻ മ്ലാനനായി ഉദ്വിഗ്നഹൃത്തായി തമ്പിയെ കണ്ട ധർമ്മജൻ തോഴന്മാർ കേൾക്കയാരാഞ്ഞു നാരദൻ ചൊന്നതോർപ്പവൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ശൗനകനോട് സൂതൻ കഥ പറയാണല്ലോ. അപ്പോൾ പറയാണ്, ശൗനകമുനെ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മപുത്രരെ ഇങ്ങനെ ഭീമനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ ദ്വാരകയിലേക്ക് മടങ്ങിയെത്തുന്നത് കണ്ടു. അത് എങ്ങനെയാണ് വരുന്നത്? തലയൊക്കെ കുനിച്ചിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഗാണ്ഡീവത്തിനെ ഗാണ്ഡീവമ്മ എടുത്ത് കയ്യിലെടുത്ത് ഉയർത്തിയിട്ടില്ല, വലിച്ചുകൊണ്ട് ആകെ വിഷമിച്ചുകൊണ്ട് വരികയാണ് ചെയ്യണത്. അങ്ങനെ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. അപ്പം മുൻപ് ഒരിക്കലും അർജുനനെ അങ്ങനെ കണ്ടിട്ടില്ലേ. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചിട്ടേ നടക്കുള്ളൂ. അല്ലെങ്കിലും വില്ലാളി വീരന്മാർ ഉയർന്ന തലയോട് കൂടിയിട്ട് എപ്പോഴും അവർ തല കൊനിക്കില്ല, കാരണം അവരുടെ ധൈര്യത്തെ കാണിക്കുന്നത്. പക്ഷേ അർജുനന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരു അഹങ്കാരത്തിൻ്റെയും കൂടിയും തലയെടുപ്പോട് കൂടിയിട്ട് അർജുനൻ നടക്കാറ്. ഞാൻ വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ് എന്ന് പലപ്പോഴും അർജുനൻ പറയും. ആ ഗാണ്ഡീവത്തിൻ്റെ ഒക്കെ മഹത്വം, എൻ്റെ കയ്യിലുള്ളത് ഗാണ്ഡീവാണ് എന്നൊക്കെയുള്ള മഹത്വമൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള അർജുനൻ തല കുനിച്ച് കണ്ണുനീര് വാർത്തുകൊണ്ട് മുഖത്തേക്ക് പോലും, ജ്യേഷ്ഠൻ്റെ മുഖത്തേക്ക് പോലും നോക്കാണ്ട് പാദങ്ങളിൽ നമസ്കരിച്ച് നിൽക്കണം കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് ഇങ്ങനെ ആകെ ഒരു നാരദമുനി പറഞ്ഞതിനെ പറ്റിയിട്ട് അപ്പോൾ ഒന്നും കൂടി ഓർമ്മ വന്നു. അപ്പം അദ്ദേഹം ചോദിക്കുന്നു, യുധിഷ്ഠിരൻ
അർജുനനോട് ചോദിക്കുകയാണ്. യുധിഷ്ഠിര ഉവാച കച്ചിദാനർത്ഥപുര്യം ന സ്വജനാ സുഖമാസതേ മധുഭോജ ദശാർഹാർഹ സ്വാത്വദാന്ധകവൃഷ്ണയ ശൂരോ മാതാമഹ കശ്ചിത് സ്വസ്ത്യാസ്തേ വാധമാരിഷ മാതുലസാനുജ കശ്ചിത് കൗശല്യാനകദുന്ദുഭി സപ്തസാരസ്വതസ്തപത്ന്യോ മാതുലാന്യാസഹാത്മജ ആസ്തേ സസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം കച്ചിദ്രാജാഹുഗോ ജീവിത്യ സുപുത്രോസ്യ ജാനുച ഹൃദീക സസുതോ അക്രൂരോ ജയന്താഗതസാരണ ആസേത കുശലം കച്ചിത്യേ ശത്രുജിതാതയ കച്ചിദാസ്ത്രേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു പ്രദ്യുമ്ന സർവവൃഷ്ണീണം സുഖമാസ്തേ മഹാരഥ ഗംഭീരരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുദ ശാരുദേഷ്ണശ്ച സാംബോ ജാംബവതീ സുത അന്യേ ച കാർഷിണി പ്രവരാ സുപുത്ര ഋഷഭാദ്വയ തഥൈവാനുചരോ ശൗരേ ശ്രുതദേവോദ്ധവാദയ സുനന്ദാ നന്ദശീർഷിണ്യ യേ ചാന്യേ സ്വാത്വദർശഭ സ്വസ്ത്യാസതേ സർവേ രാമകൃഷ്ണഭുജാശ്രയ അഭിസ്മരന്തി കുശലം അസ്മാകം ബദ്ധസൗഹൃദ ഭഗവാൻ അഭിഗോവിന്ദ ബ്രാഹ്മണോ ഭക്തവത്സല ക്വചിത്പുരേ സുധർമായം സുഖമാസ്തേ സുഹൃദ്യുത മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദുകുലാംബോദാ വാദ്യോനന്ദാ സഖപ്പുമാൻ യദ് ബാഹുദണ്ഡഗുപ്തായാം സ്വപുര്യാം യാദവോർച്ചിത ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികം ഇവ. ചോദ്യങ്ങളായതുകൊണ്ടാണ് അതിങ്ങനെ ഒരുമിച്ച് വായിച്ചത് കേട്ടോ. അപ്പം യുധിഷ്ഠിരൻ ചോദിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, മധുഭോജ ദശാർഹാർഹർ സാത്വദാന്ധകവൃഷ്ണികൾ ആനർത്തപുരബന്ധുക്കൾക്കൊക്കെയും സുഖമല്ലയോ. മാതാമഹൻ പൂജ്യപാദൻ വാഴ്വിതോ മംഗളത്തോടെ കുശലത്തോടെ അമ്മാവൻ സാനുജൻ വസുദേവനും. ഓരോരുത്തരെയും എടുത്തു ചോദിക്കുന്നു. കാര്യം അർജുനൻ്റെ ദുഃഖമൊക്കെ ഉണ്ട്. അർജുനൻ ഇങ്ങനെ ദുഃഖിച്ചു വന്ന് നമസ്കരിച്ചു എന്നുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാനുള്ള, അതായത് ഒരു നമ്മുടെയൊക്കെ മനസ്സാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പല ലക്ഷണങ്ങളിലൂടെ അത് സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുക, അതിനെ അംഗീകരിക്കാണ്ട് ശ്രദ്ധിക്കാതെ കണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ പറയണത്. ഓരോരുത്തർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. മാതാമഹൻ സുഖമായിട്ട് വാഴണില്ലേ. അതുപോലെ വസുദേവര് അമ്മാവനായിട്ടുള്ള വസുദേവര് കുശലത്തോടെ അമ്മാവനും അനുജൻ വസുദേവനൊക്കെ സുഖമായിട്ട് വാഴണില്ലേ. ദേവക്യാദികൾ പെങ്ങന്മാരേഴ അമ്മായികൾ മക്കളും സുനുഷ്ണമാരും സ്വയം സന്തുഷ്ടരായി കഴിവില്ലയോ. അതായത് വസുദേവൻ്റെ പത്നിമാരെല്ലാവരെയാണ്, അതാണ് 7 അമ്മായിമാരെന്ന് പറയുന്നത്. അവരൊക്കെ എല്ലാവരും മക്കളുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണില്ലേ. ജീവിപ്പില്ലേ സാനുജായ സത്പുത്രായ
ജീവിപ്പില്ലേ സാനുജ അനുജന പുത്രയതാഹുകൻ ഹൃദീകാദികൾ അക്രൂരൻ ജയന്തൻ ഗതസാരണൻ. അതായത് ജീവിപ്പിലെ സാനുജൻ പുത്ര യഥാഹുകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഗ്രസേനനെയാണ്. അത് കംസനാണല്ലോ, അസത്തായ പുത്രനായിട്ടുണ്ടായത് കംസനല്ലേ. അത് ഇതിൽ തന്നെ ഈ ഗ്രന്ഥത്തിൽ അക്കിത്തം ഭാഗവതത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അസത്പുത്ര യഥാഹുകൻ എന്ന് പറഞ്ഞാൽ അസത്തായ പുത്രനോട് എന്നുവെച്ചാൽ കംസനോട് കൂടിയ, ആഹുകൻ എന്ന് വെച്ചാൽ കൂടിയ ആര്, ഉഗ്രസേനൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ ദേവകൻ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സംശയം എന്തെങ്കിലും പദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ അക്കിത്തം ഭാഗവതത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ, വാഴുന്നില്ലേ ശത്രുജിത്ത് മുതൽ പേർ കുശലത്തോടെ, സുഖമല്ലേ സൽഗുണവാൻ ബലവാൻ ബലരാമനും, പ്രദ്യുപ്നൻ സുഖിതാനല്ലേ സർവവൃഷ്ണി മഹാരഥൻ, ക്ഷേമത്തിലല്ലേ ഗംഭീര വേഗവാൻ അനിരുദ്ധനും, സുഷേണ ചാരുദേഷ്ണന്മാർ സാമ്പഞ്ചാമ്പവതി സുതൻ, കൃഷ്ണൻ്റെ പിന്തുടർച്ചക്കാർ സുപുത്രർ ഋഷഭാദികൾ, കൃഷ്ണനോടൊപ്പം നടക്കും ശ്രുതദേവോധവാദികൾ, സ്വാത്വദർശഭൻ മറ്റുള്ളോർ സുനന്ദൻ നന്ദശിഷ്ടണി, സർവരും സന്തുഷ്ടരല്ലേ രാമകൃഷ്ണ ഭുജാശ്രിതർ, നമുക്കും സ്വസ്തി നേർന്നില്ലേ ബന്ധു സൗഹൃദമേ വരും, ഭഗവാൻ ഗോവിന്ദനും ശോഭിപ്പതല്ലോ സുധർമ്മയിൽ, സുഹൃത്പരീതൻ സുഖിതൻ ബ്രഹ്മണ്യൻ ഭക്തവത്സലൻ, സർവലോകങ്ങളെയും ശ്രേയസ്സിനായി ഉയർപ്പവൻ, അനന്തസുഖനായി ജാതൻ ആദ്യൻ യദുകുലാബ്ദിയിൽ. അപ്പോൾ അത് ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഭയമുണ്ട്. എന്തെങ്കിലും അപകടം സംഭവിച്ചോ, ആ സ്വധാമഗമനം കഴിഞ്ഞോ, ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പോയോ എന്ന്. പക്ഷേ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെയും പേര് എടുത്ത് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അവർക്ക് സുഖമല്ലേ, ഓരോരുത്തർക്കും സുഖമല്ലേ എന്ന് ഓരോരുത്തരുടെ പേരും. അതിനിപ്പോൾ വിസ്തരിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം മലയാളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ പ്രദ്യുമ്നന് സുഖമല്ലേ, അനിരുദ്ധന് സുഖമല്ലേ, വസുദേവർക്ക് ദേവകിക്ക് എല്ലാവർക്കും അമ്മമാർക്ക് സുഖമല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ ചോദിക്കുന്നു ബലരാമന് സുഖമല്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. ബലരാമന് സുഖമല്ലേ. അതുപോലെ ബ്രാഹ്മണ ഭക്തനും ഭക്തവത്സലനുമായിട്ടുള്ള ശ്രീ ഭഗവാൻ ഗോവിന്ദന് സുഖമല്ലേ. ഗോവിന്ദൻ എന്നുള്ള പദമാണ് അവിടെ. കാരണം ഗോവിന്ദൻ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പശുപാലകരാണ്, നമ്മളെയൊക്കെ പാലിക്കുന്ന ആൾ ഗോവിന്ദനാണ്. ആ ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ടാണ്. ആ ഗോവിന്ദൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ ഈ മാംസത്തിൽ നിന്ന് ഉയർത്തുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മൾ ഒക്കെ വെറും ജഡമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഗോവിന്ദ പദത്തിനെ എടുത്ത് പറയുകയാണ്. ഗോവിന്ദൻ സുഖമായിട്ടിരിക്കണില്ലേ, ആ ഗോവിന്ദനോട് കൂടി ബലരാമനോട് കൂടി ചേർന്നിട്ട് എല്ലാവരുടെ മംഗളത്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ട് അവതരിച്ചിട്ട് ലോകത്തെ അനുഗ്രഹിക്കുന്ന ആളല്ലേ ഭഗവാൻ. അദ്ദേഹം തന്നെയല്ലേ ആ ഭഗവാന്റെ കൈകളാൽ പരിപാലിക്കപ്പെടുന്ന യാദവന്മാർ. ആ ശ്രീ നാരായണമൂർത്തിയെ അനുസരിക്കുന്ന പാർഷദന്മാരെ പോലെ പരമാനന്ദത്തോടു കൂടിയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കണു. യത്പാദശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദുഷ്ടസഹസ്രയോഷിത നിർജിത്യാസംഖ്യേ ത്രിദശാംസ്തദാശിഷ ഹരന്തി വജ്രായുധവല്ലഭോജിത യദ്ബാഹുദണ്ഡൻ അഭ്യുദയാനുജീവന യദുപ്രവീരാഹ്യു അഗുതോ ഭയോമുഹു അതിക്രമന്ത്യാഘ്രി വിരാഹൃദാംബലാദ് സഭാം സുധർമാം സുരസത്തമോജിതം.
സത്യാദീരട്ടു സഹസ്രയോഷമാർ അപ്പാദ ശുശ്രൂഷണ മുഖ്യശീലകൾ പോരിൽ സുരന്മാരോടോവെന്നു വാഞ്ചിതം ഹരിപ്പു വജ്രായുധവല്ലഭോജിതം അബാഹുദണ്ഡാഭ്യുദയാന്നു ജീവരം അകുതോഭയത്തോടെ കടന്നു വന്ന സഭയിൽ സുധർമ്മയിൽ സുരോത്തമന്മാർക്കു സമം ജരിക്കയായി. അങ്ങനെ പറയണു. അതായത് ആ സത്യഭാമ മുതലായിട്ട് ആ 16,008 സ്ത്രീകളുണ്ടല്ലോ പാദശുശ്രൂഷ ചെയ്യണത്, അവരോട് കൂടിയിട്ട് ദേവന്മാരൊക്കെ ജയിച്ചിട്ട് ഇന്ദ്രൻ്റെ ഭാര്യ അനുഭവിക്കുന്ന ആ പാരിജാതമായിട്ടുള്ള ദിവ്യ പാരിജാതത്തിൻ്റെ അനുഭവം അവിടുന്നാണല്ലോ ദേവലോകത്തുനിന്ന് പാരിജാതം കൊണ്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ദിവ്യഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് അവരൊക്കെ സന്തോഷമായിട്ടിരിക്കണില്ലേ? ഭഗവാന്റെ വീരപ്രകടനത്തിലായ വസ്തുക്കളെ കൊണ്ട് ഉപജീവിക്കുന്ന യദുശ്രേഷ്ഠന്മാർ ദേവന്മാർക്ക് മാത്രം സിദ്ധിക്കുന്നതായിട്ടുള്ള ബലാധികത്താൽ ഭഗവാനാൽ പ്രാപിപ്പിക്കപ്പെട്ടായിട്ടുള്ള സുധർമ്മ എന്ന സഭയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണില്ലേ? ഭഗവാൻ ആ യദുക്കളെ പ്രകാരം അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കണില്ലേ എന്ന് ചോദിക്കുന്നു. കച്ചിത്തേനാമയം താതാ ഭ്രഷ്ടതേജാ വിഭാസി മേ അലബ്ധമാനോ വജ്ഞാത കിം വാ താതാചിരോഷിത കച്ചിന്നാഭിഹിതോ ഭാവൈ ശബ്ദാദിവിരമംഗളൈ നാദത്തോ മുക്തമായ അർത്ഥാഭ്യ ആശയായത്പതിശ്രുതം കച്ചിത്തം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രിയം ശരണോപസൃതം സത്വം നിത്യാക്ഷീ ശരണപ്രദ കച്ചിത്വം നാഗമോ ഗമ്യം വാ സംകൃതം ശ്രിയം പരാജിതോ വാധ ഭഗവൻ നോത്തമൈർനാ സമൈപഥി അഭിസിദ് പര്യഭുക്കഥാസ്ത്വം സംഭോജ്യൻ വൃദ്ധബാലകൻ ജുഗുസ്പിതം കർമ്മ കിഞ്ചിത് കൃതാവാന്നൈതക്ഷമം കശ്ചിത് പ്രേഷ്ടതമേ നാഥ ഹൃദയോന്നാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മനസ്യേതേ നൃധാനരുഖ്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ യുധിഷ്ഠിര വിതർക്കോ നാമ ചതുർദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുഖമല്ലേ നിനക്കുണ്ണി തേജസ്സുറ്റവനായി നീ വളരെ പാർത്തോനെയവർ നമ്പിയിലെ വിഗണിച്ചുവോ? അലിവറ്റ ശകാരങ്ങൾ കേൾക്കുവാനിട വന്നുവോ? ചെയ്യാമെന്നേറ്റ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നുവോ? ബാലൻ, വിപ്രൻ, രോഗി, വൃദ്ധൻ, നാരി, ഗോ, വന്യജീവികൾ ശരണാഗതമായിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നുവോ? അഗമ്യയെ ഗമിച്ചില്ല നീ വെടിഞ്ഞു ഗമ്യയെ. താണവൻ തുല്യനും നിന്നെ തോൽപ്പിച്ചില്ലെന്നും ഓർപ്പു ഞാൻ. സംഭോജ്യൻ വൃദ്ധബാലന്മാരുണ്ണും മുമ്പുണ്ടുവോ ഭവാൻ? അയോഗ്യം കർമ്മമൊന്നും നീ ചെയ്തില്ലല്ലോ ജുഗുൽസ്പിതം. ഹൃത്തിലില്ലേ പ്രേഷ്ടതമൻ ആത്മബന്ധു നിനക്കെടോ? ഉണ്ടെങ്കിൽ ഇപ്രകാരത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല നീ. ഇത്രയും ചോദ്യങ്ങളൊക്കെ ആദ്യം ചോദിച്ച് അവരൊക്കെ സുഖമായിട്ടിരിക്കണില്ലേ എന്ന്. പിന്നീടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാവം. അതും യുധിഷ്ഠിരൻ വിചാരിക്കുന്നു ഭഗവാന്റെ വിയോഗം കൊണ്ടാണെന്ന് ഉള്ള ഒരു ബോധം ഉള്ളിലുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിനും പല കാരണങ്ങൾ കാണുകയാണ്. ഹേ അർജുന, നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത്? നിൻ്റെ ശോഭയൊക്കെ കുറഞ്ഞു കണ്ടുല്ലോ. എന്താ കാരണം? നീ കുറേ അധികം കാലം, സാധാരണ പോയാൽ 1 മാസം
1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ അവിടെ നിന്നുകൊണ്ട് താമസിച്ചിട്ട് തിരിച്ചു വരാറുണ്ട്. ഇപ്പം നീ പോയിട്ട് 7-8 മാസമായല്ലോ. അപ്പോൾ അധികകാലം അവിടെ താമസിച്ചപ്പോൾ അതിഥികൾ ചെന്ന് അധികകാലം താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അധികകാലം അവിടെ താമസിച്ചപ്പോൾ അവർ നിന്നെ അപമാനിച്ചോ? ഇത്ര കാലം ഇങ്ങനെ നിന്നപ്പോൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അപമാനിച്ചിട്ട് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയുണ്ടായോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്നേഹമില്ലാത്ത പ്രവൃത്തി കൊണ്ടോ അമംഗളമായിട്ടുള്ള വാക്കുകളെ കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും നിന്നെ അസഹ്യപ്പെടുത്തുകയാണ് ഉണ്ടായോ? അല്ലെങ്കിൽ ഏതെങ്കിലും യാചകന്മാർക്ക് യാചിച്ചു വന്നപ്പോൾ വേണ്ടതുപോലെ അത് കൊടുക്കാൻ നിനക്ക് സാധിക്കാണ്ട് വന്നു? അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാം എന്ന് ആരോടെങ്കിലും നീ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് ചെയ്തു തരാം എന്ന് വാക്ക് പറഞ്ഞിട്ട് ആ പ്രതിജ്ഞ പാലിക്കാൻ പറ്റാണ്ട് വന്നുവോ നിനക്ക്? അങ്ങനെയാണോ? അതുകൊണ്ടാണോ ദുഃഖം? അതുപോലെ ഏതെങ്കിലും ബ്രാഹ്മണൻ, ബാലൻ, പശു, വയസ്സൻ, രോഗി, സ്ത്രീ ഇവരെയൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടും നീ അതിന് രക്ഷിക്കാൻ നിനക്ക് പറ്റാണ്ട് വന്നുവോ? അതാണോ നിൻ്റെ ദുഃഖത്തിന് കാരണം? അല്ലാണ്ട് പിന്നെ ഇവിടുന്ന് പോയി ഏതെങ്കിലും ഒരു പുരുഷനല്ലേ, അവരുടെ ആ മനോഗത ആർക്കറിയാം? ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് സംഘത്തിലിരിക്കേണ്ടി വന്നുവോ നിനക്ക്? അങ്ങനെ ഒരവസ്ഥ നിനക്ക് വന്നുവോ? അപ്പോൾ അതല്ലെങ്കിൽ സമന്മാരോട് നിന്നോട് തുല്യരായവരോ അല്ലെങ്കിൽ നിന്നിൽ നിന്ന് താഴ്ന്നവരോ ആരെങ്കിലും നിന്നെ യുദ്ധത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ നിന്നെ തോൽപ്പിച്ചു? അവർ നിന്നെ അങ്ങനെ തോൽപ്പിക്കുകയുണ്ടായോ? അതോ ഒരുമിച്ചിരുത്തി ഭക്ഷണം തന്ന് കൊടുത്ത് സൽക്കരിക്കേണ്ടതായിട്ടുള്ള വൃദ്ധന്മാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു? എല്ലാവർക്കും വയസ്സായവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അതല്ലാതെ കണ്ട് സ്വന്തം ഇരുന്ന് അവരൊക്കെ വിശന്നിരിക്കുമ്പോൾ നീ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിട വന്നു? അങ്ങനെയുള്ള ഏതെങ്കിലും നീചകർമ്മങ്ങൾ നിന്നാൽ ചെയ്യപ്പെട്ടു? അതൊക്കെ ചെയ്താൽ മാത്രമേ നിനക്ക് ഇതുപോലെ ദുഃഖിക്കേണ്ട ആവശ്യം വരുള്ളൂ. അല്ലാണ്ട് നിനക്ക് ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല എന്ന് യുധിഷ്ഠിരൻ പറയാണ്. കാരണം എന്താ? പരമപ്രേമാസ്പദവും അന്തരംഗത്തിലിരിക്കുന്നവനും ആത്മബന്ധുവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണ് നീയ്. അപ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയിരിക്കുന്ന ശ്രീകൃഷ്ണനോട് കൂടി ഇരിക്കുന്ന നീയ് പിന്നെ ഇങ്ങനെ ദുഃഖിക്കാൻ അവസരമില്ല. അപ്പോൾ അതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോഴും ആ ശ്രീകൃഷ്ണൻ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ? അങ്ങനെ ഭഗവാൻ ഹൃദയത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈശ്വരൻ വിട്ടുപോയാൽ മാത്രമാണ് ദുഃഖം ഉണ്ടാവുള്ളൂ. ആ നരനെ വിട്ടിട്ട് നാരായണൻ പോയാൽ മാത്രമേ നരന് ദുഃഖിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് പറയൂ എന്ന് ചോദിച്ചുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതം അവിടെ സമർപ്പിക്കുകയാണ്. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പദമസ്കന്ധേ യുധിഷ്ഠിര വിതർക്കോ നാമ ചതുർദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദമസ്കന്ധം 14-ാം അധ്യായം ശ്രീകൃഷ്ണ തിരോധാന വാർത്ത എന്ന പേരിലുള്ള അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഇനി അടുത്ത അധ്യായം അടുത്ത ദിവസം വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായി സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം.